ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണം. അച്ഛനത് കാണുന്നത് സന്തോഷ. ഈ വീടിന്റെ ഐശ്വര്യം അതാണെന്ന് അച്ഛൻ പറയാ. ശരിയമ്മേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നീ ചെയ്യണം. അങ്ങനെ ഓരോരുത്തർക്കും പതുക്കെ പതുക്കെ നിന്നെ മനസ്സിലാക്കാൻ പറ്റും കുട്ടി. ചെല്ല്. ദീപം 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 ദീപം. അയ്യോ അയ്യോ, അമ്മേ, അമ്മേന്റെ സാരി. അയ്യോ അമ്മേ. എന്താ എന്ത് പറ്റി? എന്താ ഇത്? അമ്മേ, മോളെ പ്രേമ. അയ്യോ അയ്യോ അയ്യോ, അമ്മേ, അമ്മേന്റെ സാരിയിൽ തീ. അമ്മേ മോളെ. അയ്യോ, നോക്കി നടക്കണ്ടേ മോളെ? അത് കൊളുത്തിയ വിളക്കും കത്തിയ തിരിയും നിലത്ത് വീഴുന്നത് അത്ര നല്ല ശകുനമല്ല. അച്ഛാ, ഞാൻ അറിയാതെ. ഇതിലൊക്കെ എല്ലാവർക്കും ഇവിടെ വിശ്വാസം ഉള്ളതല്ലേ പ്രിയങ്കെ? അത് നീ ശ്രദ്ധിച്ചു ചെയ്യണ്ടേ? എന്താ പത്മിനി, നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ശകുനോ അപശകുനോ ഒക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് പറയുന്നവളാണല്ലോ നീ. എന്തോ ഒരു ദുരിതത്തിന്റെ വരവാ. അതിന്റെ സൂചനയാ ഈ കാണുന്നതൊക്കെ. രാധിക ഈ വീട് വിട്ട് ഇറങ്ങിയ നിമിഷം മുതല് കാണുന്നതെല്ലാം കുഴപ്പങ്ങളാ. അവളുടെ നെഞ്ചിലെ ഒരു സത്യമുണ്ട്. അത് കുത്തി നോവിച്ചവരാരും അതിന്റെ പേരിൽ വേദനിക്കാതിരിക്കാനാവില്ല. അവള് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭഗവാന് അതിനുള്ള ശക്തിയുണ്ടല്ലോ. പത്മിനി, അതൊക്കെ ഒന്ന് തുടച്ചുകളേ. അമ്മേ, എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം വരാൻ ചേച്ചി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ? ചേച്ചി പ്രാർത്ഥിച്ച ഭഗവാൻ അത് നടത്തി കൊടുക്കും. എന്നാ സംശയിക്കണ്ട. ഇതൊന്നുമല്ല. വേണമെങ്കില് നിനക്ക് വെള്ളം ഇറങ്ങി പോവാതാവട്ടെ എന്ന് പോലും ഭഗവാനോട് നിന്റെ ചേച്ചി പറയും. അവളല്ലേ ആള്. സാരമില്ല, അമ്മ ഇത് തുടച്ചളയാം. മുളകത്തേക്ക് പൊയ്ക്കോ. പോ. ഭഗവാനെ, എന്നോട് വിരോധമൊന്നും കാണിക്കല്ലേ. ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്തോളാം.